പരാശക്തി മാതാ കീ ജയ്. കൽപ്പാന്തം വരെയാസ്വദിച്ചു കഴിയാം ശ്രീയാർന്നൊരീ ജീവിതം. അല്പായുസ്സു നിനച്ചിടാതഖിലവും കാൽ കീഴിലാക്കാം ദ്രുതം. കൽപ്പിച്ചിങ്ങനെ വാഴവേ സകലതും പോയി ബ്രഹ്മാജ്ഞയാ നിൽപ്പാനുള്ള മരുന്നു ഞാൻ കരുതിയില്ലമ്മേ പരമേ ഭയം. ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാലവന്ദനം. ശ്രീമദ് ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ സത്സംഗത്തിലേക്ക് സുസ്വാഗതം. ഷഷ്ഠസ്കന്ധം 12-ാമത്തെ അധ്യായമാണ് ദേവി ഭാഗവതം അവലോകനം ചെയ്തുകൊണ്ടുവരുന്നത്. ഹരിശ്ചന്ദ്ര നിമിത്തമായിട്ട് വസിഷ്ഠൻ ശപിച്ചതുകൊണ്ട് പരമതപസ്വിയായിട്ടുള്ള വിശ്വാമിത്രനൊരു കൊക്കായി ജനിച്ചു. അതേപോലെ തന്നെ വിശ്വാമിത്രൻ്റെ ശാപം കൊണ്ട് വസിഷ്ഠനും തഥൈവ മർത്യലോകത്ത് മീൻകൊത്തിയായിട്ട് ശരീരമെടുക്കേണ്ടി വന്നു. അങ്ങനെ ശാപം മൂലം 2 വിശ്രുതരായിട്ടുള്ള മുനിമാരും മാനസസരസിൻ്റെ തീരത്ത് വസിച്ചുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശണ്ഠകൂടിയും യുദ്ധം ചെയ്തും കോപിഷ്ഠരായിട്ട് മതോന്മത്തരായിട്ട് 10,000 വർഷങ്ങൾ അവർക്ക് കഴിയേണ്ടി വന്നു എന്ന് വ്യാസൻ ജനമേജയനോട് പറഞ്ഞപ്പോഴാണ് ജനമേജയൻ സംശയം ചോദിക്കുന്നത്. രാജൗവാച കഥം തൗ മുനിശാർദ്ധൂലൗ താപസൗ ധർമ്മതത്പരൗ പരസ്പരം വൈരപരൗ സംജാതൗ കേന ഹേതുനാ. മഹാതപസ്വികളും ധർമ്മതൽപരരുമായിട്ടുള്ള ഈ 2 മുനിശ്രേഷ്ഠന്മാരെ പരസ്പരം വിരോധികളായി തീർന്നത് എങ്ങനെയാണ്? എന്താണ് അതിനുണ്ടായ കാരണം? അവർ പരസ്പരം ശപിക്കാൻ എന്താണ് കാരണം? മനുഷ്യർക്ക് അത്യന്തം ക്ലേശകരവും ദുഃഖപ്രദവുമായ ശാപമാണല്ലോ അവർ അന്യോന്യം പരസ്പരം നൽകിയത് ഈ മഹാത്മാക്കൾ. അതിനുള്ള കാരണം എന്താണ് എന്ന് വിശദമായിട്ട് പറയണമെന്ന് പറഞ്ഞപ്പോഴാണ് ബാക്കി ഭാഗങ്ങളിലൂടെ ആ കഥയെ വിശ്വാമിത്രനും വസിഷ്ഠനും പരസ്പരം ശാപഗ്രസ്തരായി കൊറ്റികളായിട്ട് ഭൂമിയിൽ ജനിക്കാനുള്ള കാരണം എന്താണ് എന്നുള്ളതിനെ ഇവിടെ ഇതാ പറയുന്നത്. വ്യാസൗവാചാം ഹരിശ്ചന്ദ്രോ നൃപശ്രേഷ്ഠ ത്രിശങ്കുതനയ പുരാ ബഭൂവ രവിവംശീയോ രാമചന്ദ്രസ്യ പൂർവജ. സൂര്യവംശത്തിലെ രാമചന്ദ്രന് മുമ്പ്, അതായത് ഭഗവാൻ ശ്രീരാമചന്ദ്രസ്വാമിയായിട്ട് അവതരിക്കുന്നതിന് വളരെ മുമ്പ് ത്രിശങ്കുവിൻ്റെ പുത്രനായിക്കൊണ്ട് ഹരിശ്ചന്ദ്രൻ എന്നു പേരായിട്ടുള്ള ശ്രേഷ്ഠമായിട്ടുള്ള ഒരു രാജാവുണ്ടായിരുന്നു. സന്താനങ്ങൾ ഇല്ലാത്ത ആ രാജാവ് പുത്രൻ ഉണ്ടാകണം എന്നാഗ്രഹിച്ച് പ്രയാസമുള്ള നരമേധത്തോടു കൂടിയ യാഗം നടത്തിക്കൊള്ളാമെന്ന് വരുണനോട് പ്രതിജ്ഞ ചെയ്തു എന്ന് പറയാണ്. അങ്ങനെയൊരു യജ്ഞം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്തതിനാൽ വരുണദേവൻ അദ്ദേഹത്തിൽ സന്തുഷ്ടനായി. രാജാവിൻ്റെ പരമ സുന്ദരിയായിട്ടുള്ള ഭാര്യ, ഹരിചന്ദ്രൻ്റെ ഭാര്യ ഗർഭം ധരിച്ചു. പത്നി ഗർഭിണിയാണ് എന്ന് കണ്ട രാജാവും അധികം സന്തുഷ്ടനായി. ഗർഭ സംസ്കാരത്തിനുള്ള എല്ലാ കർമ്മങ്ങളും രാജാവ് വിധിയാമണ്ണം ചെയ്തു. ഷോഡശ സംസ്കാരം എല്ലാം നമുക്കുണ്ടല്ലോ. അത് ശിശുവിനെ മാതാവ് ഗർഭം ധരിച്ചാൽ തുടങ്ങുന്നതാണ്. അതുകൊണ്ടാണ് പറയാറുണ്ടല്ലോ നമ്മൾ ചുട്ട മുതൽ ചുടല വരെ എന്നുള്ള ഒരു പഴഞ്ചൊല്ലുണ്ട്. അമ്മയുടെ മാതൃഗർഭത്തിൽ നമ്മൾ വന്നത് മുതൽ ചുടല വരെയുള്ള 16 സംസ്കാരങ്ങൾ സനാതനധർമ്മത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആ
സംസ്കാര കർമ്മങ്ങളൊക്കെ അതാത് സമയത്ത് അതാത് കാലത്ത് വേണ്ട വിധം ചെയ്യണം. അതിലാദ്യം അത് തുടങ്ങുന്നത് അമ്മ ഗർഭിണിയായിരിക്കുന്ന സമയത്താണ്. എന്തായാലും ആ സംസ്കാരാദികളൊക്കെ ഗർഭാവസ്ഥയിൽ ചെയ്യേണ്ടതിനെയൊക്കെ വേണ്ട വിധം ഹരിശ്ചന്ദ്രൻ ചെയ്തു. സർവലക്ഷണങ്ങളും തികഞ്ഞ ഒരു പുത്രനെ പ്രസവിച്ചു. പുത്രനുണ്ടായപ്പോൾ രാജാവിന് വളരെ സന്തോഷമായി. ആ പുത്രന് ജാതകർമാദി സംസ്കാര വിധികൾ യഥായോഗ്യമൊക്കെ ചെയ്തു. ബ്രാഹ്മണർക്ക് സ്വർണം, പശു മുതലായവയെല്ലാം ദാനം ചെയ്തു. അങ്ങനെ ഹരിശ്ചന്ദ്രൻ തൻ്റെ പുത്രജന്മത്തിൽ സന്തോഷിച്ചുകൊണ്ട് ജന്മോത്സവം ചെയ്തുകൊണ്ട് ദാനധർമ്മങ്ങൾ ഒക്കെ ചെയ്തുകൊണ്ട് ഇരുന്ന സമയത്താണ് വരുണദേവൻ ബ്രാഹ്മണൻ്റെ വേഷത്തിൽ അവിടെ വന്നത് എന്ന് പറയുകയാണ്. രാജാവ് അദ്ദേഹത്തിന് ആസനം നൽകി വിധി പോലെ പൂജിച്ചു. ആരാണ്, എന്താണ്, എന്തിനാ വന്നത് എന്ന് ചോദിച്ചപ്പോൾ ആ വിപ്രം പറഞ്ഞു, ഞാൻ വരുണനാണ് എന്ന് സ്വയം തൻ്റെ സ്വനാമത്തെ സ്വരൂപത്തെ പരിചയപ്പെടുത്തി. പുത്രനെ യജ്ഞപശുവാക്കി പരമപവിത്രമായ യജ്ഞം നിർവഹിക്കാം എന്ന് അങ്ങ് പ്രതിജ്ഞ ചെയ്ത് സന്തോഷിച്ചാണ് ഞാൻ അങ്ങയ്ക്ക് പുത്രലാഭം തന്നത്. അങ്ങയ്ക്കിപ്പോൾ പുത്രൻ കിട്ടിയില്ലേ? ഇപ്പോൾ അങ്ങ് ചെയ്ത ആ പ്രതിജ്ഞയെ, സത്യത്തെ പരിപാലിക്കുക, സത്യമാക്കുക. അതുകൊണ്ട് ആ പുത്രനെ ഇപ്പോൾ യജ്ഞപശുവാക്കിക്കൊണ്ട് തരാം എന്ന് എനിക്കേറ്റ ആ യജ്ഞം നടത്തുക എന്നാണ് വിപ്രവേശത്തിൽ വന്ന വരുണൻ ഹരിശ്ചന്ദ്രനോട് ചോദിക്കുന്നത്. നോക്കൂ, പുത്രനില്ല എന്ന് സന്തപിച്ചു. ആ സമയത്ത് അറിയാതെ കണ്ട് ആ പുത്രനെ തന്നെ യജ്ഞപശുവാക്കിക്കൊണ്ട് യജ്ഞം ചെയ്തുകൊള്ളാം എന്ന് പ്രതിജ്ഞ ചെയ്തു. വരുണന് പ്രതിജ്ഞ ചെയ്ത സമയത്ത്, സത്യം ചെയ്യുന്ന സമയത്ത് ഞാൻ എന്തായി പറയുന്നത് എന്നുള്ളത് ലേശം പോലും ആലോചിച്ചില്ല. ഇപ്പോൾ ഇതാ പുത്രൻ കിട്ടി. വരുണൻ ആ സത്യത്തെ പാലിക്കാനായിക്കൊണ്ട് ഏതൊരു പുത്രസ്നേഹത്തിൽ, സന്തോഷത്തിൽ ജന്മോത്സവം ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നുവോ ആ രാജാവിനോട് സത്യസന്ധനായിട്ടുള്ള ഹരിശ്ചന്ദ്രനോട് പറയുകയാണ്, അങ്ങ് പറഞ്ഞ സത്യത്തിനെ നിറവേറ്റിത്തരൂ എന്ന്. പലപ്പോഴും ഇങ്ങനെയൊക്കെയാണ് നമുക്ക് സങ്കടമുണ്ടാവുന്നത്. പലരും നമ്മൾ പല കാര്യങ്ങൾക്കും വേണ്ടി നേർച്ചകളൊക്കെ നേരും. നേരാത്ത നേർച്ചകളൊന്നും ഉണ്ടാവില്ല. മക്കളുടെ കല്യാണം നടക്കണില്ല എന്ന് കാണുന്ന സമയത്ത് കുറേ ജാതകങ്ങൾ വന്നു, ചേരണ ജാതകം മറ്റുള്ള കാര്യം കൊണ്ട് ചേരണില്ല. ഇങ്ങനെയൊക്കെ വന്ന് കുറേ ആവുമ്പോൾ ഓരോ സമയത്തും പലരും പറഞ്ഞ് പല നേർച്ചകൾ ചെയ്യും. ഈ നേർച്ചകളൊക്കെ എന്നാൽ എവിടെയെങ്കിലും എഴുതി വെക്കുകയോ എന്തെങ്കിലും ചെയ്യുമോ എന്ന് ചോദിച്ചാൽ അതൊന്നും ചെയ്യില്ല. ചിലപ്പോൾ ഭാര്യ ചിലത് നേരും, ചിലപ്പോൾ ഭർത്താവ് ചിലപ്പോൾ നേരും. അതായത് അച്ഛനും അമ്മയും നേരും. ഇതിന് പുറമെ മുത്തശ്ശനും ചിലപ്പോൾ നേരും നേർച്ചകൾ. ഇങ്ങനെ മുത്തശ്ശനും അച്ഛനും അമ്മയും കൂടിയിട്ട് ഇതാ ഇങ്ങനെ പല നേർച്ചകൾ. ആരെന്തൊക്കെ നേർച്ച നേർന്നു എന്നുള്ളത് അവർക്ക് തന്നെ അറിയില്ല. ഓരോരുത്തരും ഓരോന്ന് പറയുമ്പോൾ മനസ്സുകൊണ്ട് നേർച്ചകൾ നേരും. അങ്ങനെ ഇരുന്ന് കുറേ കാലം കഴിയുന്ന സമയത്ത് അവർക്ക് എന്തോ ഭഗവത് അനുഗ്രഹത്താൽ വിവാഹവും കഴിയും. വിവാഹം കഴിഞ്ഞപ്പോഴാണ് ഇനിയിപ്പോൾ ഈ നേർച്ചകളൊക്കെ നിറവേറ്റണം. ഇതിലിപ്പോൾ ചെയ്തതിൻ്റെ പകുതി പോലും ഓർമ്മയില്ല. ഇതിൽ ആരൊക്കെ എന്തൊക്കെ നേർച്ചകൾ ചെയ്തു എന്നുള്ളത് അറിയണില്ല. പരസ്പരം വിരുദ്ധമായിട്ടുള്ള നേർച്ചകളൊക്കെ പലരും നേരുന്നുണ്ടാവും ഇല്ലേ? ഇപ്പം കുട്ടികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അച്ഛൻ നേരും. കുട്ടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഗുരുവായൂരിൽ വെച്ച് ഞാൻ ഉണ്ണിക്ക് ചോറ് കൊടുക്കാം. അമ്മ നേരും, എല്ലാ ചോറ്റാനിക്കരയമ്മയുടെ മുമ്പിൽ വെച്ചിട്ട് ചോറ് കൊടുക്കാം. മുത്തശ്ശനും മുത്തശ്ശിയും വേറെ ഏതെങ്കിലും ക്ഷേത്രത്തിൽ വെച്ചിട്ട് ചോറ് കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് അവർ നേരും നേർച്ച വേറെ.
ഇപ്പം ഉള്ളത് ഈ ഒരു കുട്ടിയാണ്. ഈ കുട്ടി ഇപ്പം നമ്മൾ എവിടെയാ ചോറൂണിന് കൊണ്ടുപോവുക? ഗുരുവായൂർ കൊണ്ടുപോവോ, ചോറ്റാനിക്കര കൊണ്ടുപോവോ, മൂകാംബിക കൊണ്ടുപോവോ, വെക്കം കൊണ്ടുപോവോ, ഏറ്റുമാനൂർ കൊണ്ടുപോവോ, എവിടെയാ കൊണ്ടുപോവുക? ഇപ്പോൾ ഒരു കുട്ടിയല്ലേ ഉള്ളൂ. ധർമ്മസങ്കടത്തിലായി പലരും പറയുന്നത് കേട്ട് പലതും ചെയ്യും. ഇവിടെ കുറച്ച്, അവിടെ കുറച്ച്, ഇവിടെയും ചെയ്യുക, അവിടെയും ചെയ്യുക, അവിടെയും ചെയ്യുക, അവിടെയും ചെയ്യുക, 4 ഭാഗത്തും പോയിട്ട് 4 ദിവസം കൊണ്ട് ചെയ്യൂ എന്ന് പറയും. അല്ലെങ്കിൽ സൗകര്യപ്രകാരം നിങ്ങൾ ഓരോരോ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ചെയ്തോളൂ എന്ന് പറയും. എല്ലാ 4 ദേവന്മാരെയും പൂജിച്ചിട്ട് വീട്ടിൽ വെച്ചിട്ട് ചെയ്താൽ മതി എന്ന് പറയും. ഇങ്ങനെ ഓരോരോ അഭിപ്രായങ്ങൾ കേട്ട് എന്ത് ചെയ്യണം എന്ത് ചെയ്യരുതെന്ന് അറിയാതെ വലിയ പ്രശ്നങ്ങളായി എന്തെങ്കിലുമൊക്കെ ചെയ്യും. അതിൻ്റെയൊക്കെ കർമ്മഫലങ്ങളൊക്കെ പിന്നീട് നമ്മളും അനുഭവിക്കും, ആ കുട്ടികളും അനുഭവിക്കും. അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ, ഭഗവാൻ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, മനസ്സിലായൊക്കെ വേണ്ട സമയത്ത് ഭഗവാൻ തരും. ഭഗവാനോട് പ്രാർത്ഥിച്ചോളൂ. ഉണ്ണി ഉണ്ടാവണമെന്ന് പ്രാർത്ഥിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഉണ്ണി ഉണ്ടായാൽ ഞാൻ ഇത് ചെയ്യാം. ഭഗവാനൊന്നും നമ്മളിൽ നിന്നും വേണ്ട. അല്ലെങ്കിൽ എന്തെങ്കിലും മേടിച്ചിട്ട് അങ്ങോട്ട് തരാൻ ഭഗവാൻ കച്ചവടക്കാരനൊന്നുമല്ല, മനസ്സിലായില്ലേ? ഒരു പീടികയിൽ പോയിട്ട് 5 റുപ്യ കൊടുത്തിട്ട് എന്തെങ്കിലും ഒരു സാധനം മേടിക്കണ മാതിരി ഞാനൊരു പറ നിറച്ചാലേ എനിക്ക് ഉണ്ണി തരുള്ളൂ, അല്ലെങ്കിൽ വേറൊന്ന് ചെയ്താലേ എൻ്റെ വിവാഹം കഴിയുള്ളൂ, അങ്ങനെയൊന്നുമില്ല. ഭഗവാൻ വേണ്ട സമയത്ത് വേണ്ടതുപോലെ അനുഗ്രഹിച്ച് തരും. ഭഗവാനോട് പ്രാർത്ഥിക്കാം, ജോലി കിട്ടണേ, ഉണ്ണി ഉണ്ടാവണേ, കല്യാണം നടക്കണേ, മംഗല്യം നടക്കണേ, ഇതൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാം. വിരോധമൊന്നുമില്ല. കാരണം നമ്മൾ ആ നിഷ്കാമ തലത്തിലേക്കൊന്നും നമ്മുടെ ഭക്തി എത്തിയിട്ടില്ല എന്നുള്ള കാരണം കൊണ്ട്. പക്ഷേ അത് ചെയ്താൽ ഇത് ചെയ്തു തരാം എന്നുള്ള പ്രാർത്ഥനയൊന്നും വേണ്ടല്ലോ. അപ്പം കല്യാണം കഴിഞ്ഞു, സന്തോഷമായിട്ട് ഗുരുവായൂർ പോയി തൊഴിലാവുന്നത് ചെയ്യാം. അല്ല, ഉണ്ണിയുണ്ടായി സന്തോഷമായിട്ട് എവിടെ അച്ചാ പോയി എന്താച്ചാലൊക്കെ ചെയ്യാലോ, വിരോധമല്ലല്ലോ. ഇതൊക്കെ ഈ പ്രാർത്ഥന ചെയ്ത് വെച്ച് അതൊന്നും ചെയ്യാൻ പറ്റാതെ കണ്ട് എന്തിനാ കടന്ന് ഈ ധർമ്മസങ്കടത്തിൽ കടന്ന് നമ്മൾ ചുറ്റിത്തിരിയുന്നത്? എന്തായാലും സന്ദർഭവശാൽ പറഞ്ഞു പോയി എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് നാളെ മുതൽ ഹരിചന്ദ്രൻ്റെ കഥയിലേക്ക് തന്നെ പോവാം. എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ടൊന്ന്